ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഗ്രീൻ എർത്ത് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ എല്ലാ വീഡിയോസും STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു മക്കളെ? ഗ്രീൻ എർത്ത് എന്നാണ് അല്ലേ? ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പച്ച എന്നാണ് അല്ലേ? എർത്ത് എന്ന് വെച്ചാലോ ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ ഗ്രീൻ എർത്ത് എന്ന് പറയുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഭൂമിയിലെ പച്ചപ്പിനെ കുറിച്ച് ആണ് പഠിക്കുന്നത്. ഭൂമിയിലെ പച്ചപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലാന്റ്സ് ആണ്, സസ്യങ്ങളാണ് അല്ലേ? അതായത് സസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നോക്കിക്കേ, പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കവിതയല്ല, ഒരു കളിയാണിത്. പാട്ട് പാടിക്കൊണ്ടുള്ളൊരു കളിയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. നോക്കല്ലേ നമുക്ക്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. എന്താണ്? പോയി തൊട്ട് വരൂ ലിറ്റിൽ ബേർഡ്, പൈങ്കിളിയെ അല്ലെങ്കിൽ കുഞ്ഞിക്കിളിയെ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് ആണ് അത് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ കളിക്കുന്നത് നോക്കിയാലോ. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ. അപ്പോൾ പാട്ട് പാടിക്കൊണ്ട് കളിക്കുകയാണ്. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, പറന്ന് പോയിട്ട് എന്ത് ചെയ്യണം? ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ, പോയിട്ട് ആ പച്ച മരത്തിനെ തൊട്ടിട്ട് തിരിച്ചു വരണം. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്, ആ പക്ഷി തൊട്ട മരം ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ്സ് ബിഗ് ഓർ സ്മോൾ, അത് വലുതാണോ ചെറുതാണോ? അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ. അടുത്തതോ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, പറന്ന് പോയിട്ട് എന്ത് ചെയ്യണം? ഗോ ടച്ച് ദ ഫ്ലവർ, ആ പൂവ് പോയി തൊടണം. എന്നിട്ടോ വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്, ബേർഡ് തൊട്ട ഫ്ലവർ ഏതാണെന്ന് പറയണം. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, അതിൻ്റെ പേരെന്താണെന്ന് പറയണം. ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ, ആ ഫ്ലവറിൻ്റെ കളർ എന്താണെന്ന് പറയണം. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്. അടുത്തത് എന്താണ്? പറന്നു പോയിട്ട് ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം, അവിടെയുള്ള ഇല തൊട്ടിട്ട് തിരിച്ചു വരണം. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്, ബേർഡ് തൊട്ട ലീഫ് ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്, ആ ലീഫിൻ്റെ ഷേപ്പ്, ആകൃതി എന്താണെന്ന് പറയണം. അപ്പോൾ കളി മനസ്സിലായോ? നമ്മൾ ആദ്യം പോയൊരു മരം തൊടണം, ആ മരത്തിൻ്റെ പേരെന്താണെന്ന് പറയണം. ആ മരം വലുതാണോ ചെറുതാണോ എന്ന് പറയണം. പിന്നെ ഒരു പൂവ് തൊടണം, ആ പൂവിൻ്റെ പേര് പറയണം. പൂവിൻ്റെ നിറം ഏതാണെന്ന് പറയണം. പിന്നെയോ ഇല തൊടണം, ഇലയുടെ പേര് പറയണം. ഇലയുടെ ഷേപ്പ് എന്താണെന്ന് പറയണം. ഇങ്ങനെയാണ് കളി കളിക്കേണ്ടത്. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? ഷോൾ വി പ്ലേ ദിസ് ഗെയിം? നമുക്ക് ഈ ഗെയിം കളിച്ചാലോ? വിച്ച് പ്ലാന്റ്സ് were you able to touch when you played? കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ചെടികളെ തൊടാനായിട്ട് സാധിക്കും? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? തൊടാൻ സാധിക്കാത്തതല്ലാത്ത മറ്റ് ചെടികൾ ഏതൊക്കെയാണ്? അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളതല്ലാത്തതുമായ മറ്റ് ചെടികൾ ഏതൊക്കെയാണ്? റൈറ്റ് ദം ഇൻ യുവർ എൻവയൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ EVS ഡയറിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം പേരുകൾ എഴുതി നോക്കണം. ഏതാനും ചെടികളുടെ പേരുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. കോക്കനട്ട് ട്രീ, തെങ്ങ്, പാം ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ്, റോസ്, ഹിബിസ്കസ് എന്ന് വെച്ചാൽ ചെമ്പരത്തി, ജാസ്മിൻ, മുല്ല, ക്രൈസാന്തിമം എന്ന് വെച്ചാൽ ജമന്തി, മാരിഗോൾഡ് എന്ന് വെച്ചാൽ മല്ലിക, പപ്പായ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന മറ്റു പ്ലാന്റ്സുകൾ എഴുതി കൊടുക്കണേ. വിച്ച് പാർട്സ്, ഏതൊക്കെ ഭാഗങ്ങൾ? പാർട്സ് എന്ന് വെച്ചാൽ ഭാഗങ്ങൾ. സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സൈറ ഒരു പ്ലാന്റിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം മാത്രമേ സൈറ വരച്ചിട്ടുള്ളൂ. അതുകൂടാതെയുള്ള പ്ലാന്റ്സിൻ്റെ മറ്റു പാർട്ട് ഏതൊക്കെയാണ്?
കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. ഈ ചിത്രം വരച്ച് പൂർത്തിയാക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. പ്ലാന്റിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് റൂട്ടാണ്. റൂട്ട് എന്ന് വെച്ചാൽ വേര്. പിന്നെ അതുകൂടാതെയുള്ള പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റെമ്മുണ്ട്, അതായത് തണ്ടുണ്ട്, ലീഫുണ്ട്, അതായത് ഇലയുണ്ട്, ഫ്ലവറുണ്ട്, പൂവുണ്ട്, ഫ്രൂട്ടുണ്ട്, കായയുണ്ട്. Let us classify. Do you think all the plants you see are similar? What are the differences? നമ്മൾ കാണുന്ന എല്ലാ ചെടികളും ഒരുപോലെയാണോ? അല്ല, അല്ലേ? എന്തൊക്കെ കാര്യത്തിലാണ് ചെടികൾക്ക് മാറ്റമുള്ളത്? ആദ്യത്തെ ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, സൈസ്. ചെടികളുടെ സൈസ് പലതും പലതാണ്, അല്ലേ? ചിലത് ചെറിയ ചെടികളുണ്ടായിരിക്കും, ചിലതൊരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ചെടികളുണ്ടായിരിക്കും, ചിലതോ വലിയ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഹാർഡ്നെസ്സിൽ വ്യത്യാസം കാണാം, ഡിഫറൻസ് കാണാം. അതായത് ചില പ്ലാന്റ്സ് എല്ലാം നല്ല ഹാർഡായിരിക്കും. നമ്മുടെ മാംഗോ ട്രീ, അതുപോലെ തന്നെ കോക്കനട്ട് ട്രീ, ഇതെല്ലാം നല്ല ഹാർഡായിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ? ചിലത് സോഫ്റ്റ് പ്ലാന്റ്സ് ആയിരിക്കും. അതായത് നമ്മുടെ സ്പിനച്ച്, ചീര, പിന്നെ അതുപോലെ തന്നെ ബനാന ട്രീ, നമ്മളുടെ വാഴ, അതിൻ്റെയൊക്കെ സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് അല്ലേ? അപ്പോൾ ഹാർഡ്നെസ്സിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമുക്കൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ലൈഫ് സ്പാനിലാണ്, അതായത് ആയുസ്സിൻ്റെ കാര്യത്തിലാണ്. ചില പ്ലാന്റ്സിന് ഒരുപാട് ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും, ജീവിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ചില പ്ലാന്റ്സോ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ലൈഫ് സ്പാനിൽ വ്യത്യാസമുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഹാബിറ്റാറ്റിൽ വ്യത്യാസമുണ്ട്. ഓരോ പ്ലാന്റ്സും ജീവിക്കുന്ന സ്ഥലത്തിൽ വ്യത്യാസമുണ്ട്. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ അത് ജീവിക്കുന്ന സ്ഥലത്തിൽ വ്യത്യാസമുണ്ട്. ചിലത് നമ്മളുടെ കരയിൽ ജീവിക്കുന്ന മണ്ണിൽ വളരുന്നതാണ്. എന്നാൽ നമ്മളുടെ ലോട്ടസ് പോലെയുള്ള, താമര, ആമ്പലൊക്കെ പോലെയുള്ള പ്ലാന്റ്സ് എവിടെയാണ്? കരയിൽ വളരില്ല, വെള്ളത്തിൽ വളരുന്നവയാണ്. അപ്പോൾ അങ്ങനെ ഹാബിറ്റാറ്റിൽ വ്യത്യാസമുണ്ട്. ഇതുകൂടാതെ പ്ലാന്റ്സിൻ്റെ ലീഫിലും ഫ്ലവറിലും ഫ്രൂട്ടിലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്ലാന്റ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്? ഹിബിസ്കസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പിനച്ച് ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, ടച്ച് മീ നോട്ട് പ്ലാന്റ് ഉണ്ട്, അതുപോലെ റോസ് ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്. കണ്ടോ? അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം സ്റ്റെമ്മിന്, തണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചില പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹാർഡ് സ്റ്റെമ്മാണ്. അതായത് ഇതിലുള്ള മാവ്, പ്ലാവ്, തെങ്ങ്, അതിൻ്റെ എല്ലാം സ്റ്റെമ്മ് നല്ല ഹാർഡ് സ്റ്റെമ്മാണ്. ചിലതിൻ്റേത് സോഫ്റ്റ് സ്റ്റെമ്മാണ്. ചീരയുടേത്, അതുപോലെ നെല്ലിൻ്റേത്, അതൊക്കെ എന്താണ്? സോഫ്റ്റ് സ്റ്റെമ്മാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? ഇവിടെ സൈസിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ചിലത് ബിഗ് സൈസാണ് അല്ലേ? നമ്മുടെ മാവ്, പ്ലാവ്, തെങ്ങൊക്കെ വലിയ മരങ്ങളാണ്. ചിലതോ സ്മോൾ സൈസ്ഡ് പ്ലാന്റ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ് ആണ്. നമ്മുടെ റോസ്, തെച്ചി, ചീര, തൊട്ടാവാടി, അതൊക്കെ ചെറിയ സൈസുള്ള പ്ലാന്റ്സ് ആണ്. ഹൗ ലോങ് വിൽ ദേ ലീവ്? അവർ എത്ര കാലം വരെ ജീവിക്കുന്നുണ്ട്? ഇതിലുള്ള ട്രീസ് എല്ലാം, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, അതെല്ലാം എന്താണ്? ലോങ് ലൈഫ് സ്പാനുള്ള ചെടികളാണ്, ട്രീസാണ്. അതായത് കുറേ കാലം ജീവിക്കുന്ന ചെടികളാണ്. മറ്റുള്ളവയൊക്കെ എന്താണ്? ഷോർട്ട് ലൈഫ് സ്പാനുള്ള ചെടികളാണ്. കുറച്ചു കാലം, കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ ജീവിക്കുന്ന ചെടികളാണ്. മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. താഴെ തന്നിട്ടുള്ള ടേബിളിൽ നമ്മുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കിക്കേ, ആ ടേബിൾ നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള പ്ലാന്റ് എന്താണ്? സ്പിനച്ചാണ്, അതായത് ചീര. ചീരയുടെ സ്റ്റെം എങ്ങനെയാണ്? തണ്ട് സോഫ്റ്റ് സ്റ്റെമ്മാണ് അല്ലേ? നമ്മളിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന സ്റ്റെമ്മാണ് ചീരയുടേത്. സൈസോ? ചീരയുടെ സൈസ് സ്മോളാണ്, ചെറിയ ചെടിയാണ് ചീര. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? അതിന് എത്ര കാലം വരെ ജീവിക്കാം? ഫ്യൂ മന്ത്സ്, ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഹിബിസ്കസ്, ചെമ്പരത്തി. ചെമ്പരത്തിയുടെ സ്റ്റെമ്മ് ഹാർഡാണ്, കുറച്ച് കട്ടിയുള്ളതാണ്. സൈസോ? ബിഗ് സൈസാണ്, കുറച്ച് വലുപ്പമാണ്. പിന്നെയോ ഏതാനും ഇയേഴ്സ് അതിന് ലൈഫ് സ്പാൻ ഉണ്ട്, കുറച്ച് വർഷങ്ങളൊക്കെ ചെമ്പരത്തി ജീവിക്കുന്നുണ്ട്. മൂന്നാമത്തേത് മാംഗോ ട്രീ.
മാംഗോ ട്രീയുടേത് സ്റ്റെം എന്ന് പറയുന്നത് വെരി ഹാർഡാണ്, നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ് മാംഗോ ട്രീയുടേത്. അതുപോലെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, വെരി ബിഗ് സൈസാണ്, നല്ല വലുപ്പമാണ് അല്ലേ. നമ്മുടെ ചെമ്പരത്തിയെ അപേക്ഷിച്ച് നല്ല വലുപ്പമില്ലേ മാംഗോ ട്രീ. അതുപോലെ തന്നെ അവ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്, മെനി ഇയേഴ്സ് അതിനെന്തുണ്ട്, ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതുപോലുള്ള മറ്റ് ചെടികൾ നോക്കൂ. ആദ്യം ഞാൻ എടുക്കുന്നത് ബനാന ട്രീ ആണ്. ബനാന ട്രീയുടെ സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, അതിൻ്റെ സൈസ് ബിഗ് സൈസാണ് അല്ലേ. ഹൗ ലോങ് ഇറ്റ് ലിവ്, മന്ത്സ്, ഫ്യൂ മന്ത്സ്, ഏതാനും മാസങ്ങളാണ് ബനാന ട്രീ ലിവ് ചെയ്യുന്നത്. ഇനി അടുത്തത് മാംഗോ ട്രീ. മാംഗോ ട്രീയുടെ സ്റ്റെമ്മ് വെരി ഹാർഡാണ്, സൈസ് വെരി ബിഗ് ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്, മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ മാംഗോ ട്രീക്ക് ആയുസ്സുണ്ട്. അടുത്തത് റോസ്. റോസിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, ഹാർഡാണ് അല്ലേ. സൈസോ ബിഗ് സൈസാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്, ഇയേഴ്സ്, ഏതാനും ഇയേഴ്സ് റോസിന് ലൈഫ് സ്പാൻ ഉണ്ട്. അടുത്തത് നോക്കൂ, മാരിഗോൾഡ്, മല്ലിക. മല്ലികയുടെ സ്റ്റെം ഹാർഡാണ്, സൈസ് ബിഗ് ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്, എത്ര കാലം ജീവിക്കും, എ ഫ്യൂ മന്ത്സ്, ഏതാനും മാസങ്ങളാണ് മല്ലികയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് മറ്റു പ്ലാന്റ്സിൻ്റെ നെയിം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ, ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായി. ഇവിടെ നമുക്കൊരു സ്പിനച്ചിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, ഒരു ചീരയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും എന്താണ്, ഹെർബ്സ് ആണ്. ഹെർബ് എന്ന് വെച്ചാൽ ഔഷധിയാണ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റുമോ. ഒരു ഫീച്ചർ അവിടെ തന്നിട്ടുണ്ട്, സ്റ്റെം ഈസ് സോഫ്റ്റ്, സ്റ്റെമ്മ് സോഫ്റ്റ് ആണ്, അതിൻ്റെ തണ്ട് സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്മോൾ സൈസ്ഡ് പ്ലാൻ ആണ്, ചെറിയ പ്ലാന്റ് ആണ് അല്ലേ. പിന്നെ നോ ഡീപ്പ് റൂട്ട്, അതായത് ആഴത്തിൽ വേരുകളില്ല. അടുത്തത് നോക്കിക്കേ, ഡിഡ് യു നോ അസ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയോ. വി ഗ്രോ വെരി ടോൾ, ഞങ്ങൾ നല്ല ഉയരത്തിൽ വളരും. വി ആർ ട്രീസ്, ഞങ്ങളെന്താണ്, ട്രീസ് ആണ്, മരങ്ങളാണ്. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്, ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതൂ. ആദ്യത്തെ ഫീച്ചർ അവിടെ തന്നിട്ടുണ്ട്, വെരി ഹാർഡ് സ്റ്റെം, നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്, തണ്ടാണ്. അതുപോലെ ലോങ് ലൈഫ് സ്പാൻ, ഒരുപാട് വർഷത്തെ ആയുസ്സുണ്ട്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഡീപ്പ് റൂട്ട്സ്, വേരുകൾ നല്ല ആഴത്തിൽ പോയിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ പ്ലാന്റ് എന്താണ്, ഹിബിസ്കസ് ആണ്, ചെമ്പരത്തിയാണ്. ദോ വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രെറ്റി ഹാർഡ്, ഞങ്ങൾ ചെറിയ ചെടികളാണെങ്കിലും ഞങ്ങളുടെ സ്റ്റെമ്മുകൾക്ക് അത്യാവശ്യം കട്ടിയുണ്ട്. വി ആർ കോൾഡ് ഷ്രബ്സ്, ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്, ഷ്രബ്സ് എന്നാണ്. ഷ്രബ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടി, കുറ്റിച്ചെടികൾ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്, ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതൂ. ഒന്നാമത്തേത് തന്നിട്ടുണ്ട്, ഹാർഡ് സ്റ്റെം, നല്ല ഹാർഡായിട്ടുള്ള തണ്ട്. അതുപോലെ തന്നെ ബിഗ് പ്ലാന്റ്സ് ആണ്, വലിയ ചെടികളാണ്. വി ഹാവ് ദ ലൈഫ് സ്പാൻ ഓഫ് ഫ്യൂ ഇയേഴ്സ്, ഞങ്ങൾക്ക് കുറച്ച് വർഷങ്ങളുടെ ആയുസ്സുണ്ട്. ഹൂ എൽസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. ഇതുപോലെ തന്നെ സ്പിനച്ചിൻ്റെയും ചീരയുടെയും ചെമ്പരത്തിയുടെയും മാവിൻ്റെയൊക്കെ ഇനത്തിൽപ്പെടുന്ന മറ്റേതൊക്കെ ചെടികളുണ്ട്. സ്പിനച്ചിൻ്റെ എന്ന് പറയുമ്പോൾ ഹെർബ്സ് ആണ്, ഹിബിസ്കസ് എന്ന് പറയുമ്പോൾ ഷ്രബാണ്, മാംഗോ ട്രീ എന്ന് പറയുമ്പോൾ ട്രീ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഹെർബ്സ് പരിചയപ്പെടാം. ടൊമാറ്റോ, ക്യാബേജ്, വീറ്റ്, ക്യാരറ്റ്, ഇതെല്ലാം ഹെർബ്സ് ആണ്. ഇനി ഷ്രബ്സ് ഏതൊക്കെയാണ്, റോസ്, തുളസി, ജാസ്മിൻ, മാരിഗോൾഡ്, ഇതെല്ലാം ഷ്രബ്സ് ആണ്. ഇനി ട്രീയോ, കോക്കനട്ട് ട്രീ, പാം ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ബനിയൻ ട്രീ, ഇത്തരത്തിൽ ഒരുപാട് ട്രീസും നമുക്ക് എഴുതാം. അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ഡ്രോ ആൻഡ് കണക്ട്, വരച്ച് യോജിപ്പിക്കുക. നമുക്കിവിടെ കുറച്ച് ട്രീസിൻ്റെ, ഹെർബ്സിൻ്റെയും ഷ്രബ്സിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരച്ച് യോജിപ്പിക്കണം. ആദ്യം കോക്കനട്ട് ട്രീ, അതെന്താണ്, ട്രീ ആണ്. പിന്നെ പാഡി, നെല്ല്, നെല്ലെന്താണ്, നെല്ലൊരു ഹെർബാണ്. പിന്നെ മാംഗോ ട്രീ, മാംഗോ ട്രീ ഒരു ട്രീ ആണ്. ഹിബിസ്കസ്, ഹിബിസ്കസ് ഒരു ഷ്രബാണ്. അടുത്തത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന മുക്കുറ്റി ചെടിയാണ്, അതൊരു ഹെർബാണ്. പിന്നെ സ്പിനച്ച്, നമുക്കറിയാം സ്പിനച്ച് ഒരു ഹെർബാണ്. പിന്നെ അവസാനമായിട്ട് റോസ്, റോസ് ഒരു ഷ്രബാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായോ?
മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്